Hi all. Next topic is storage organization. ഈ ടോപ്പിക്ക് കമ്പൈലർ ഡിസൈൻ്റെ മൊഡ്യൂൾ 5-ൽ റൺ ടൈം എൻവയോൺമെൻറ്റിൽ വരുന്ന സെക്കൻഡ് ടോപ്പിക്കാണ്. അപ്പോൾ റൺ ടൈം എൻവയോൺമെൻറ്റ് അറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ 3 പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇഷ്യൂസ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രീവിയസ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിൻറ്റ് സോഷ്യൽ ലാംഗ്വേജ് ഇഷ്യൂസിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ. സ്റ്റോറേജ് ഓർഗനൈസേഷൻ മീൻസ് എങ്ങനെയാണ് മെമ്മറി ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ടു സ്റ്റോർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടക്കുന്നു. ആ സമയത്ത് എങ്ങനെയാണ് program memory organize ചെയ്തേക്കുന്നത്. This session discuss about how the memory can be organized to hold different informations during the compilation and execution of program. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സബ്ഡിവിഷൻ ഓഫ് റൺ ടൈം മെമ്മറി, സെക്കൻഡ് ഈസ് ആക്ടിവേഷൻ റെക്കോർഡ് ആൻഡ് തേർഡ് വൺ ഈസ് കമ്പൈൽ ടൈം ലേഔട്ട് ഓഫ് ലോക്കൽ ഡേറ്റ. First point is subdivision of runtime memory. അതായത് മെമ്മറിയെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. The compiler obtains a block of storage from the operating system for the compiled program to run in. ഒരു കമ്പൈൽഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ മെമ്മറി വേണം നമുക്കറിയാം. അപ്പോൾ ഈ മെമ്മറി ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് കമ്പൈലർ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു. കമ്പൈലർ ഒബ്റ്റെയിൻസ് എ ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ഫ്രം ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ബ്ലോക്കിനെ ദാറ്റ് ഈസ് സബ്ഡിവൈഡഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഈസ് ടാർഗറ്റ് കോഡ്, ജനറേറ്റഡ് ടാർഗറ്റ് കോഡിന് വേണ്ടിയിട്ട്, സെക്കൻഡ് ഡേറ്റ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട്, തേർഡ് കൺട്രോൾ സ്റ്റാക്കിനും ഹീപ്പിനും വേണ്ടിയിട്ട്. അതായത് ആക്ടിവേഷൻസ് പ്രൊസീജിയർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ മെമ്മറിയെ ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ എങ്ങനെയാണ് മെമ്മറിയെ സബ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം കോഡ്, രണ്ടാമത്തെ സ്റ്റാറ്റിക് ഡേറ്റ, മൂന്നാമത്തെ സ്റ്റാക്ക്, ദെൻ ഹീപ്പ്. അതിൽ കോഡും സ്റ്റാറ്റിക് ഡേറ്റയും ഫിക്സ്ഡ് ആണ്, അത് മാറ്റം ഉണ്ടാവില്ല. അതായത് കോഡ് മീൻസ് നമ്മുടെ ഒറിജിനൽ പ്രോഗ്രാമിൻ്റെ കോഡ്. ദ സൈസ് ഓഫ് ദി ടാർഗറ്റ് കോഡ് ഈസ് ഫിക്സ്ഡ് അറ്റ് കമ്പൈൽ ടൈം. കമ്പൈൽ ടൈമിൽ അത് ഫിക്സ്ഡ് ആയിരിക്കും. കമ്പൈൽ കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കോഡിൻ്റെ സൈസ് എന്തോരാണെന്ന്. ദെൻ സ്റ്റാറ്റിക് ഡേറ്റ മീൻസ് അതും കമ്പൈൽ ടൈമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസ് അതിൻ്റെയൊക്കെ സൈസ് എത്രയാണ്, അത് സ്റ്റോർ ചെയ്യാൻ എന്തോരം മെമ്മറി നമുക്ക് വേണമെന്ന് കമ്പൈൽ ടൈമിൽ നമുക്കറിയാം. അപ്പോൾ അത് രണ്ടും ഫിക്സ്ഡ് ആയിരിക്കും, കോഡ് ആൻഡ് സ്റ്റാറ്റിക് ഡേറ്റ. ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റാക്ക് ആൻഡ് ഹീപ്പ്, സ്റ്റാക്കും ഹീപ്പും നമ്മൾ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേഷൻസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് വേരി ചെയ്യാം. അതാണ് അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചേക്കുന്നത്. സ്റ്റാക്കും ഹീപ്പും അതിൻ്റെ സൈസ് വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. ഇനി ഒരു ഹീപ്പ് എന്താണ്, അല്ലെങ്കിൽ ഹീപ്പിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് ഹീപ്പ് മീൻസ് ഇറ്റ് ഗ്രോസ് ഡൗൺവേഡ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ദെൻ എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1, അല്ലാത്ത കേസിൽ n ഇൻറ്റു ഫാക്ട് ഓഫ് n-1. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് 6 ആണെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും. ഇത്രയും കോളംസ് വേണം. നമ്മുടെ ഹീപ്പിൻ്റെ സൈസ് ഇത്രയായിരിക്കും. അതായത് ഫസ്റ്റ് റിട്ടേൺ 1, എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് 1 ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ. നെക്സ്റ്റ് എന്നിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ 6 ഇൻറ്റു n-1, n-1 മീൻസ് 5, 6 ഇൻറ്റു 5 അത് ചെയ്യാൻ ഒരു സ്പേസ്. ദെൻ അടുത്തത് എന്നിൻ്റെ വാല്യൂ ഒന്ന് കുറഞ്ഞ വാല്യൂ 5 ഇൻറ്റു 4, അടുത്തത് 4 ഇൻറ്റു 3 ചെയ്യാൻ, ദെൻ അടുത്തത് 3 ഇൻറ്റു 2 ചെയ്യാൻ, ദെൻ 2 ഇൻറ്റു 1 ചെയ്യാൻ. അപ്പോൾ അത്രയും സ്പേസ് വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു ഹീപ്പ് അലോക്കേഷൻ മെമ്മറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹീപ്പിൻ്റെ കേസിലും സ്റ്റാക്കിൻ്റെ കേസിലും, സ്റ്റാക്ക് മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് കൺട്രോൾ സ്റ്റാക്ക് എന്ന്. അപ്പോൾ ആ സ്റ്റാക്ക് എന്താണ്, കൺട്രോൾ സ്റ്റാക്ക് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
അത് തന്നെയാണ് ഇവിടെ പറയുന്ന ആക്ടിവേഷൻ പ്രൊസീജിയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സബ് ഡിവിഷൻ ഓഫ് റൺ ടൈം മെമ്മറി. റൺ ടൈം മെമ്മറി ദാറ്റ് മീൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മെമ്മറി ആവശ്യമുണ്ട് റൺ ചെയ്യാൻ. അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് റിക്വസ്റ്റ് കൊടുത്ത് ഒരു ബ്ലോക്ക് വാങ്ങിക്കുവാണ്. ദെൻ ആ ബ്ലോക്കിനെ ഡിവൈഡഡ് ഇൻ ടു സബ് പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ സ്റ്റോറിങ് കോഡ്, ദെൻ അടുത്ത ഡേറ്റ സ്റ്റോർ ചെയ്യാൻ സ്റ്റാറ്റിക് ഡേറ്റ. അതായത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഡിൻ്റെ സൈസ് നമുക്കറിയാൻ പറ്റും, സ്റ്റാറ്റിക് ഡേറ്റയുടെ സൈസ് നമുക്കറിയാൻ പറ്റും. ദെൻ സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ആക്ടിവേഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് സ്റ്റോർ ചെയ്യാൻ. ദെൻ ഹീപ്പ് ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. ഇപ്പോൾ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹീപ്പിൻ്റെയും സ്റ്റാക്കിൻ്റെയും സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് സബ് ഡിവിഷൻ ഓഫ് റൺ ടൈം മെമ്മറിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവേഷൻ ട്രീ ഓർ സ്റ്റാക്ക് ഫ്രെയിം. അപ്പോൾ ആക്ടിവേഷൻ ട്രീ അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് ഓർ സ്റ്റാക്ക് ഫ്രെയിം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയാണ്, കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ് ആണ്. അതിനെ പറയുന്ന പേരാണ് നമ്മൾ ഈ പ്രൊസീജിയർ. ഇൻഫർമേഷൻസ് നീഡഡ് ബൈ എ സിംഗിൾ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ ഇസ് മാനേജ്ഡ് യൂസിങ് എ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് സ്റ്റോറേജ്. അതായത് ഒരു ആക്ടിവേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിൻ്റെ എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ആ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫ്രെയിം എന്ന്. അതിനകത്ത് ഇത്രയും ഫീൽഡുകളുണ്ട്. ഫസ്റ്റ് റിട്ടേൺ വാല്യൂ, ആക്ച്വൽ പാരാമീറ്റർ, കൺട്രോൾ ലിങ്ക്, ആക്സസ് ലിങ്ക്, സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്, ലോക്കൽ ഡേറ്റ, ടെമ്പററീസ്. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ടെമ്പററി വാല്യൂസ്. ടെമ്പററി വാല്യൂസ് മീൻസ് ദോസ് അറൈസിങ് ഇൻ ദി ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂസാണ് ടെമ്പററി വാല്യൂസ്. അപ്പോഴത്തെ ആവശ്യത്തേക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ ഈസ് ലോക്കൽ ഡേറ്റ. ലോക്കൽ ഡേറ്റ മീൻസ് ദാറ്റ് ഹോൾഡ്സ് ദ ഡേറ്റ ഈസ് ലോക്കൽ ടു ആൻ എക്സിക്യൂഷൻ ഓഫ് പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ റൺ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ലോക്കൽ ഡേറ്റ സേവ് ചെയ്യുന്ന സ്ഥലമാണ് ലോക്കൽ ഡേറ്റ ഫീൽഡ്. നെക്സ്റ്റ് വൺ ഈസ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. ഇറ്റ് ഹോൾഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ദി മെഷീൻ ബിഫോർ ദ പ്രൊസീജിയർ ഈസ് കോൾഡ്. പ്രൊസീജിയർ കോൾ ചെയ്യുന്നതിന് മുന്നേ ആ മെഷീൻ്റെ സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്. ഇനി നമുക്ക് നാലെണ്ണോടെയുണ്ട്. ആക്സസ് ലിങ്ക്, കൺട്രോൾ ലിങ്ക്, ആക്ച്വൽ പാരാമീറ്റർ, റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ, ആക്ച്വൽ പാരാമീറ്റർ നിങ്ങൾക്കറിയാം. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കോളിംഗ് പോർഷനിൽ വരുന്നതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ദെൻ അത് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊസീജിയർ എ വാല്യൂ ഇസ് റിട്ടേൺഡ്. അതാണ് റിട്ടേൺ വാല്യൂവിൽ വരുന്നത്. നെക്സ്റ്റ് രണ്ടെണ്ണോടെയുണ്ട്. ആക്സസ് ലിങ്കും കൺട്രോൾ ലിങ്കും. എന്താണ് ആക്സസ് ലിങ്ക്? ആക്സസ് ലിങ്ക് വിച്ച് ഈസ് ഓപ്ഷണലാണ്. കൺട്രോൾ ലിങ്കും ഓപ്ഷണലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ നോൺ ലോക്കൽ ഡേറ്റ, നോൺ ലോക്കൽ ആയിട്ടുള്ള ഡേറ്റ. അപ്പോൾ അത് നിർബന്ധമില്ല അതുണ്ടാവണം എന്ന്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ളതാണ് ആക്സസ് ലിങ്ക്. നെക്സ്റ്റ് കൺട്രോൾ ലിങ്ക്. ഇറ്റ് പോയിൻറ്റ്സ് ടു ദി ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി കോളർ. അപ്പോൾ അതും ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ വരുന്നത്. ദാറ്റ് മീൻസ് ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ സ്റ്റാക്ക് ഫ്രെയിം എന്നുള്ള ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കമ്പൈൽ ടൈം ലേഔട്ട് ഓഫ് ലോക്കൽ ഡേറ്റ. ദാറ്റ് മീൻസ് അതിനകത്ത് 1-2 പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ദ എമൗണ്ട് ഓഫ് സ്റ്റോറേജ് നീഡഡ് ഫോർ എ വേരിയബിൾ നെയിം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ടൈപ്പ്. അതായത് എന്താണോ ഡേറ്റ ടൈപ്പ് അതനുസരിച്ചിട്ടായിരിക്കും എന്തോരം എമൗണ്ട് ഓഫ് മെമ്മറി വേണ്ടി വരും ആ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ. എന്നാൽ ക്യാരക്ടർ ഇപ്പോൾ സി ലാംഗ്വേജിൻ്റെ കേസിൽ 1 byte ആണ്, ഇൻറ്റിജർ 2 byte ആണ്. അപ്പം അങ്ങനെ എത്ര എമൗണ്ട് ഓഫ് മെമ്മറി വേണ്ടി വരും അത് സേവ് ചെയ്യാമെന്ന് അറിയാൻ പറ്റും. ദെൻ സ്റ്റോറേജ് ഫോർ ആൻ അഗ്രിഗേറ്റ് ഡേറ്റ ടൈപ്പ് സച്ച് ആസ് ആൻ അറേ ഓർ റെക്കോർഡ് മസ്റ്റ് ബി ലാർജ് ഇനഫ് ടു ഹോൾഡ് ഓൾ ഇറ്റ്സ് കമ്പോണൻസ്. ഇപ്പോൾ അറേയാണെങ്കിൽ അറേയുടെ സൈസ് എന്തോരമാണ്, അപ്പോൾ അത് കൊടുത്തേക്കണം. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്രയാണ് കമ്പൈൽ ടൈം ലേഔട്ട് ഓഫ് ലോക്കൽ ഡേറ്റയിൽ വരുന്നത്. ഒരു പോയിൻ്റ് കൂടെ നോക്കുക. സ്റ്റോറേജ് ലേഔട്ട് ഫോർ ഡേറ്റ ഒബ്ജക്ട്സ് ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി അഡ്രസ്സിംഗ് കൺസ്ട്രെയിൻറ്റ്സ് ഓഫ് ദി ടാർഗറ്റ് മെഷീൻ. സ്റ്റോറേജ് ലേഔട്ട് ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് അഡ്രസ്സിംഗ് കൺസ്ട്രെയിൻറ്റ്സ് ഓഫ് ടാർഗറ്റ് മെഷീനാണ്. ടാർഗറ്റ് മെഷീൻ്റെ അഡ്രസ്സിംഗ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് ലേഔട്ട് ഓഫ് ഡേറ്റ വരുന്നത്. അപ്പോൾ ഇത്രയാണ് കമ്പൈൽ ടൈം ലേഔട്ട് ഓഫ് ലോക്കൽ ഡേറ്റ. ഈ ടോപ്പിക്കിൽ വരുന്ന ഇത്രയും പോർഷൻസാണ് സ്റ്റോറേജ്
ഓർഗനൈസേഷൻ എങ്ങനെയാണ് മെമ്മറി ഓർഗനൈസേഷൻ നടത്തുന്നതെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ്.